Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് പീര വെട്ടിക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പം കഴിയും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമുക്ക് കപ്പ, ചക്ക, ചോറ് ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഈ ഉണക്കച്ചെമ്മീൻ പീര വറ്റിക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ഉണക്കച്ചെമ്മീൻ. ഇപ്പോൾ ഇതിന് തലയും വാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യമേ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം. ആദ്യമേ ഇതിനെ ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തലയും വാലൊക്കെ ഇളക്കിക്കളയാൻ എളുപ്പമുണ്ടാവും. ഇതിപ്പോൾ കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം ഇതിൻ്റെ തലയും കാലൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. ഈ ഉണക്കച്ചെമ്മീനെ ഞാൻ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുവേ. ഇപ്പോൾ ഞാനിത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കഴുകാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. കഴുകിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. തലയും വാലൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ചെറുതായിട്ടൊരു ചുമപ്പ് കളറായത് തൊട്ട് നോക്കാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഈ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുക. അപ്പോൾ ആ ചൂടി കിടന്നിട്ട് ഇത് ബാക്കിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിക്കോളും. ഇനി ഇതൊന്ന് ആറി വരണം. ആറി വരുമ്പോഴത്തേക്കും ഈ ചെമ്മീൻ നല്ല ക്രിസ്പി ആകും. ക്രിസ്പി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ തലയും പാലൊക്കെ കളയാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഈ വറുത്ത് വെച്ചേക്കണ ചെമ്മീനെ നമുക്ക് ഒരു മുറത്തിലേക്ക് മാറ്റാം. മുറത്തിലേക്ക് നിരത്തിയിടാതെ ഇതിൻ്റെ ചൂടൊക്കെ നാറി തുടങ്ങിയിട്ടുണ്ട്. ചൂടുണ്ട്, ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഇത് കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആറിക്കോളും. അപ്പോൾ ഇങ്ങനെ നിരത്തിയിടുക ആദ്യമേ. ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ കൈയും ഇതിൻ്റെ തലയും കാലും ഒക്കെ നമുക്കിങ്ങനെ കൈ കൊണ്ട് പറിച്ച് കളയാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിരട്ട എടുക്കുക. ചിരട്ട എടുത്തിട്ട് ചിരട്ടയുടെ ബാക്ക് വശം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ എളുപ്പം പണി കഴിയും. ഇതിൻ്റെ തലയും പാലൊക്കെ പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് പാറ്റാൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അരിയൊക്കെ പാറ്റത്തില്ലേ, അതുപോലെ പാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ പൊയ്ക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോന്നോരോന്ന് നുള്ളിപ്പറിക്കി എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇത് തലയും വാലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ആട്ടോ ഇത് കഴുകിയെടുക്കേണ്ടത്. കുറച്ച് സമയം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്നിരിക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അത് പൊടിയായിട്ട് അരിഞ്ഞത്. 1 പച്ചമുളക്, ഇത് കണക്കെ ഇങ്ങനെ നീളത്തിൽ ചെരിച്ചാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ചെമ്മീനൊക്കെ പീര വറ്റിക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഈ ഒരു സ്റ്റൈലിലാട്ടോ അരിയുന്നത്. പിന്നെ കുടംപുളി, അത് പുളിക്ക് ആവശ്യത്തിന്. ഇത് നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കഷ്ണം ഇട്ടിരിക്കുന്നത്. ഇനി കുടംപുളിക്ക് പകരം നമുക്ക് മാങ്ങ ചേർക്കാം, ചെമ്മിപ്പുളി ചേർക്കാം. അപ്പോൾ അങ്ങനെ ആ 2 സാധനങ്ങളും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. അത് ഇഷ്ടം പോലെ. വാളംപുളി ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനത്തെ ചെമ്മീൻ പീര വറ്റിക്കുന്നതിന്. വാളംപുളിയും തക്കാളിയും ചേർക്കാറില്ല. കുടംപുളി, മാങ്ങ, ചെമ്മിപ്പുളി, ഈ 3 സാധനങ്ങളാണ് പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കുടംപുളി നല്ല നൈസായിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ പുളിക്ക് നല്ല പുളി കൂടും കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നൈസായിട്ട് മുറിച്ചിടണം. ഇതുപോലെ നൈസായിട്ട് മുറിക്കണം. ഇതുപോലെ. അതൊരു ടിപ്സാട്ടോ. ഒരുപാട് പുളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ കളർ തന്നെ മാറിപ്പോൾ ഒരു കറുപ്പ് കളർ വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് പുളി ഇട്ടേച്ചാൽ മതി. കുറച്ച് പുളി ഇട്ടിട്ട് ഇതുപോലെ നൈസായിട്ട് മുറിക്കുകയാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും. അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മല്ലി, ഇത് മുഴുവൻ മല്ലിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ വെള്ളമില്ലാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ആ തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമില്ലാണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്തേക്കുന്നത്. ഈ ഒരു പരിഭവമാണ് നമുക്ക് വേണ്ടത്. ചെമ്മീൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് ഇപ്പം നല്ല ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതുമാതിരി ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിടാം. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കുടംപുളി ഞാൻ കഴുകി വെച്ചിരുന്ന കേട്ടോ, അതും ഇടുക. പിന്നെ ചെമ്മീൻ, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെമ്മീൻ ഉപ്പുള്ളതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ബൗൾ കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇതിനകത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട. അങ്ങനെയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ തേങ്ങയ്ക്കകത്തൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കാം, എന്നിട്ട് ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കാം. ലോ ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇളക്കാൻ പാടില്ല കേട്ടോ. മീനൊക്കെ ആകുമ്പോൾ ഇത് ഉടഞ്ഞു പോകും. ഇത് ഉണക്കച്ചെമ്മീനല്ലേ, അപ്പോൾ അത് അതുപോലെ അങ്ങനെ ഉടഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. കുറച്ച് സമയമായിട്ടുണ്ട്, എന്തായാലും നോക്കാം. ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, ഇതിപ്പോൾ വറ്റി തുടങ്ങി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. മധ്യഭാഗത്തുനിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം നടുക്കോട്ട് ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി അടയ്ക്കണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിക്കോളും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് നടുക്കോട്ടാക്കി വെക്കാം എല്ലാം കൂടെ. ചെറിയൊരു മോയ്സ്ചർ കാണുന്നുണ്ട്, അത് ചട്ടിയുടെ ചൂട് കൊണ്ട് വറ്റിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെക്കാം. ഞാനിത് വീണ്ടും അടച്ചു വെക്കണേന്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അത് ഇതിലേക്കിടാം. ഒരു വറ്റൽമുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. ഒരു തണ്ട് കറിവേപ്പില. ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ചെമ്മീനിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉണക്കച്ചെമ്മീൻ പീര വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. ഇത് നമുക്ക് ചക്ക, കപ്പ, ചോറ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതായത്. ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.